നൽകൂ. രിജീഷ് പറയുന്നു അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നാണ്. സേനാപതി, അല്ല, ഈ നമ്മളാരും ഇപ്പൊ ഇവരെ പിരിച്ചുവിട്ടവരുടെ ലിസ്റ്റ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ലഭ്യമായ വാർത്താ മാധ്യമങ്ങളിലെ വിവരങ്ങളും പത്രങ്ങളിലും അന്നത്തെ മാധ്യമങ്ങളിലും ഒക്കെ വന്ന വിവരത്തിൽ ഈ 3 പേരെയും പോലീസ് സേനയിൽ നിന്ന് നീക്കം ചെയ്തതായിട്ടുള്ള വാർത്തയാണ് എല്ലാ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് റിലീസ് വന്നിരുന്നു. ഇനി ആ റിലീസ് കണ്ടെടുത്തുകൊണ്ട് വരാനൊന്നും പറയരുത് എന്ന് രിജീഷ് വന്നിരുന്നു പോലീസിൽ നിന്ന്. അല്ല, പോലീസിൽ നിന്ന് ഔദ്യോഗികമായ പ്രസ് റിലീസും ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്നത്തെ പല ചർച്ചകളിലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള. ഇനി അതല്ല, ശ്രീ ലിജീഷിന്റെ കയ്യിൽ ഇയാളെ പോലീസിൽ നിന്ന് പിരിച്ചുവിട്ടതല്ല എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ഹാജരാക്കട്ടെ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഒന്നാം ഘട്ടത്തിൽ പറയാനുള്ളൂ. ഇനി 2, അദ്ദേഹം ഇവിടെ ഉയർത്തുന്ന വാദഗതികൾ കേട്ടാൽ ശ്രീ ഷാഫി പറമ്പിന്റെ മൂക്കിന് പരിക്ക് പറ്റിയത് പെരാമ്പ്ര ടൗണിൽ ഈവനിങ് വാക്കിന് അദ്ദേഹം നടന്നു കഴിഞ്ഞപ്പോൾ ഏതോ കല്ലിൽ കാല് തട്ടി റോഡിൽ വീണു എന്ന രീതിയിലാണല്ലോ ഇപ്പൊ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആദ്യം ചോദിച്ചു, കോൺഗ്രസ്സുകാർ പറഞ്ഞത് വിഷ്ണു വത്സൽ അടിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നു അഭിലാഷ് ഡേവിഡ് അടിച്ചു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ലിജീഷിനോട് ചോദിക്കുന്ന, അങ്ങൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇടതുപക്ഷത്തിന്റെ ആളാണ്, പോലീസ് മർദ്ദനത്തിനൊക്കെ എതിരെ നിങ്ങൾ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ആളാണല്ലോ. ഏതായാലും പോലീസിന്റെ ലാത്തിയടിയേറ്റാണ് ഷാഫി പറമ്പിലിന് പരിക്കേറ്റത് എന്ന കാര്യത്തിൽ അങ്ങേക്ക് തർക്കമുണ്ടെങ്കിൽ നമുക്ക് വിയോജിക്കാം. ഞാൻ കണ്ടിട്ടുള്ളതും ഈ പാനലിലുള്ള മറ്റ് പാനലിസ്റ്റുകളും അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കണ്ടിട്ടുള്ളത് പോലീസിന്റെ കയ്യിലിരുന്ന ലാത്തി കൊണ്ടാണ് ശ്രീ ഷാഫി പറമ്പിലിന് അടിയേറ്റിട്ടുള്ളത്. അവിടുത്തെ ഒരു സാഹചര്യം ഒരു സംഘർഷം നടക്കാനോ അല്ലെങ്കിൽ ഒരു പോലീസ് ലാത്തി ചാർജ് നടത്തേണ്ടതായ ഒരു സാഹചര്യം നിലനിൽക്കുന്നിടത്തല്ല. ഒരു മോബിനെ അവരെ പിരിച്ചുവിടാനോ അല്ല അടിച്ചോടിക്കാനോ തക്ക രീതിയിലുള്ള ഒരു സംഘർഷമോ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പറഞ്ഞ പോലെ ഞങ്ങളൊരു എന്താ പറഞ്ഞ മോബിനെ അവരെ ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് വേണ്ടി അത് വിസിൽ കൊടുത്ത് മുന്നറിയിപ്പ് കൊടുത്ത് പിരിഞ്ഞു പോകണം എന്ന അനൗൺസ്മെന്റ് ഒന്നും കൊടുക്കാനുള്ള ഒരു സാഹചര്യവും അവിടെ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലിരിക്കുന്ന ലാത്തിയാണ് ഷാഫി പറമ്പിന്റെ മൂക്കിൽ പതിക്കുന്നത് ആ ചിത്രങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോ ഏതോ പോലീസ് ഉദ്യോഗസ്ഥർ, ഒന്നിലധികം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ അക്രമത്തിന് തുനിഞ്ഞിട്ടുണ്ട്. ആ അക്രമത്തിന് തുനിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരുടെ വിഷ്വലുകളും അതിന് ഉള്ള ചിത്രങ്ങളും എല്ലാം പുറത്തു വരുമ്പോഴാണ് ഈ രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് അവിടെ ഉയർന്നു വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ അങ്ങ് ഉയർത്തുന്ന വാദഗതി എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പോലീസ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല, അദ്ദേഹം സർവീസിലുണ്ട് എന്ന് ഞാൻ അങ്ങയുടെ അറിവിലേക്കായിട്ട് പറയുന്നു. ഒരുപാട് പഴയ കേസല്ല. 2018 ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ രാജ്കുമാർ എന്ന് പറയുന്ന ഒരു കേസ്, ഒരു പ്രതിയെ പോലീസുകാർ ഉരുട്ടിക്കൊന്നു. 7 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കേസിൽ പ്രതിയായിരുന്നു. അതിൽ ഒരു പ്രതി സബ് ഇൻസ്പെക്ടറാണ്. ബാക്കി താഴോട്ടുള്ള ASI, CPO, ഒരു വനിതാ CPO പോലും അതിൻ്റെ അകത്ത് പ്രതിയായിട്ടുണ്ട്. അവരാളെ കൊന്നു എന്നുള്ളതല്ല, അതിന് സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അതിൽ ഒരു പ്രതി മരിച്ചുപോയി. ഒരു പ്രതിയുടെ പെൻഷൻ പ്രായം കഴിഞ്ഞു. 7 ൽ 2. ശേഷിക്കുന്ന 5 പ്രതികളും ഞാൻ ലിജീഷെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി ഞാൻ അങ്ങയോട് പറയുന്നു, രാജ്കുമാർ എന്ന ഒരു 49-കാരനെ ഉരുട്ടിക്കൊന്ന കേസിലെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട 5 പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോഴും അത് ഇടുക്കിക്ക് വെളിയിലാണ് അവർക്ക് സർവീസ് എന്നുള്ളത് മാത്രം. അവർ സർവീസിൽ തിരിച്ചു കയറിയിരിക്കുകയാണ്. ഈ 144 അവരുടെയും പേരുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതോ ഇനി വേറെയാണോ 144? അപ്പോ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ട ആളുകൾ വളരെ സൗകര്യത്തോടെ പോലീസ് സേനയിലേക്ക് തിരിച്ചു വരുന്നു. എങ്ങനെയാ തിരിച്ചു വരുന്നത്? അതാണല്ലോ ശ്രീ ജോർജ് ജോസഫ് സാറിന് അറിയാം. ജോർജ് ജോസഫ് സാറും ഞാനും മനോരമ നടത്തിയ ഈ പ്രശ്നവുമായിട്ട് നടത്തിയ ചാനൽ ചർച്ചയിൽ അന്ന് പങ്കെടുത്ത് നെടുങ്കണ്ടത്ത് സംസാരിച്ചയാളാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇവരുടെ പേരിൽ പഴയ 302 കേസ് CBI ഏറ്റെടുത്ത് കേസ് കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുന്ന അവരെല്ലാം സർവീസിൽ തിരിച്ചു കയറിയിരിക്കുന്നു. എങ്ങനെയാ സർവീസിൽ തിരിച്ചു കയറുന്നത്? 2 മാർഗമുണ്ട്. ഒന്നിവിടെ സൂചിപ്പിച്ചതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുവരും. ഈ ട്രിബ്യൂണലിൽ ഇതിന്റെ വാദം കേൾക്കുന്നവരും ഇല്ലെങ്കിൽ റെസ്പോണ്ടന്റ് ആയിട്ടുള്ളവരും സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അവർ പ്രതികൾക്ക് അനുകൂലമായിട്ടാണ് പലപ്പോഴും ഇതിന്റെ റിപ്പോർട്ട് എഴുതുന്നത്. ഇനി അവിടെ നിന്ന് അവരെ പിരിച്ചുവിട്ടത് അംഗീകരിച്ചാൽ ഇവർ നേരെ ഹൈക്കോടതിയിൽ പോവുകയാണ്. ഹൈക്കോടതിയിൽ സർക്കാരാണല്ലോ എതിർകക്ഷി. ഇപ്പോ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സുരേഷ് കുറുപ്പിന്റെ ചേട്ടൻ ഗോപാലകൃഷ്ണ കുറുപ്പും പഴയ DYFI നേതാവ് TD ഷാജിയൊക്കെയാണ് ഇരിക്കുന്നത്. അവരെയാണ് റെസ്പോണ്ടന്റ് ആയിട്ട് എന്താ പറഞ്ഞ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായ കേസ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അവരൊരിക്കലും സർക്കാരിന് അനുകൂലമായിട്ട് നിൽക്കത്തില്ല, പ്രതികൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. ആ പ്രതികളെല്ലാം സർവീസിൽ തിരിച്ചു കയറിയിരിക്കുന്നു. തൊടുപുഴയിൽ നിന്ന് ശ്രീമോൻ എന്ന് വിളിക്കുന്ന ഒരു CI, ശ്രീ ലിജീഷ് എഴുതി വെച്ചോ,
അദ്ദേഹം ഏതാണ്ട് 10-27ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായി അദ്ദേഹത്തെ പിരിച്ചുവിട്ടതാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സർവീസ്, ഹൈക്കോടതിയാണ് പിരിച്ചുവിട്ടത്, എന്നിട്ട് അതിനുശേഷം അപ്പീലിന് പോയി ആ ആളും ഇപ്പോൾ സർവീസിൽ തിരിച്ചു കയറിയിരിക്കുക. നിങ്ങൾ ഈ പറയുന്ന 144 ആളുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് 10-15 ആളുകൾ അവരുടെ സർവീസ് സമയം തീർന്നത് കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ സർവീസിന് പുറത്തു നിൽക്കുന്നു. ബാക്കി മുഴുവൻ ആളുകളും പഴയ ലാവണങ്ങളിൽ കയറിയിരിക്കുന്നു. ആ ലാവണങ്ങളിൽ കയറിയിരിക്കുന്ന ആളുകൾ CPM-ന്റെ പാദസേവ ചെയ്തുകൊണ്ട് താക്കോൽ സ്ഥാനങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പൊ 10 കൊല്ലം 9.5 കൊല്ലമായി ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് പോലീസിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർക്ക് പോസ്റ്റിംഗ് കിട്ടണമെങ്കിൽ CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അതിന് മുകളിലേക്കുള്ള ഈ പാർട്ടി നേതാക്കന്മാരെ പ്ലീസ് ചെയ്ത് അവർ നിൽക്കും. അവർ ഏരിയ കമ്മിറ്റി ഓഫീസിലും ലോക്കൽ കമ്മിറ്റി ഓഫീസിലും ഒക്കെ പോകും. അവർക്ക് ഇഷ്ടമുള്ള സ്റ്റേഷനുകളിൽ അവർ ചുമതല ഏറ്റെടുക്കും. അവിടെ ഷാഫി പറമ്പിനെ പോലുള്ള ആളുകൾ വന്നു കഴിയുമ്പോൾ DYFI-കാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് DYSP-മാര് അവരുടെ മൂക്കിന് തടിക്കുന്നു, ഇല്ലെങ്കിൽ പാലം തകർക്കുന്നു. ഒരാവശ്യവുമില്ലാത്ത അഭിലാഷ് ഡേവിഡ് അല്ല എന്നാണ് ഇപ്പോഴും CPM പറയുന്നത് കേട്ടോ. മാത്രമല്ല ഹെൽമെറ്റിന്റെ കളറിലെ വ്യത്യാസം ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം ഇതുകൊണ്ട് പുറത്തു വന്നു, ഈ അഭിലാഷ് ഡേവിഡ് എന്നയാൾ തിരിച്ച് സേനയിൽ വന്നു, അതെങ്ങനെയെന്നുള്ള ഒരു ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഷാഫിയുടെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു തോന്നുന്നു അല്ലെ സേനാപതി, ഈ വിഷയം ചർച്ച ചെയ്യട്ടെ, ഈ 144 കുറഞ്ഞു കുറഞ്ഞൊരു 14-എങ്കിലും എത്തട്ടെ എന്ന് അല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ് എന്നോടാണല്ലോ ചോദിച്ചത്. വൺസ് ഹി വാസ് റിട്രെഞ്ച്ഡ് ഓർ റിമൂവ്ഡ് ഫ്രം സർവീസ്, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമ്മുടെ രേഖകളുണ്ട്. ഇനി അയാൾ എങ്ങനെ സേനയിൽ തിരിച്ചു കയറി, അത് ഗവൺമെന്റ് അതിന് മറുപടി പറയണമല്ലോ. നിയമസഭയിൽ ഞങ്ങൾ 144 പേരെ പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ ഭരണകക്ഷി ട്രഷറി ബെഞ്ചിൽ എന്തൊരു കയ്യടിയായിരുന്നു. എന്നിട്ട് അപ്പുറത്തോട്ട് ചോദിച്ചിട്ട് നിങ്ങളുടെ കാലത്ത് ആരെയെങ്കിലും പിരിച്ചുവിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ പേര് പറയാനോ ലിസ്റ്റ് പറയാനോ ഇല്ലാത്തത് കൊണ്ട് പ്രതിപക്ഷത്തിന് അന്നേരം പറയാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ 2023 പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടയാളാണ്. ആ പിരിച്ചുവിടപ്പെട്ടയാള് എങ്ങനെ സേനയിൽ തിരിച്ചു കയറി ഇതുപോലെ ഒരു താക്കോൽ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരു ലാത്തി ചാർജിന് മേലധികാരികൾ അല്ലെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം പോലും കൊടുക്കാതെ ഒരു MBA, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജയശങ്കർ വക്കീലിന്റെ ഒരു നറേറ്റീവ് ഇടയ്ക്ക് നമ്മൾ കണ്ടല്ലോ. ഇതാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതിവിശേഷമെങ്കിൽ ഈ നാട്ടിൽ ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ മേലാത്തത്? പോലീസ് വളഞ്ഞു നിൽക്കുന്ന, സുരക്ഷയൊരുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഒരു MBയുടെ മൂക്ക് അടിച്ചു തകർക്കുന്ന നാട്ടിൽ നാളെ ഇവിടെ എന്തും സംഭവിക്കാമല്ലോ. ഇവിടെ സാധാരണക്കാരൻ എന്ത് സുരക്ഷയാണുള്ളത്? പോലുള്ള ആളുകൾ